ഇന്ന് നമ്മുടെ സൗന്ദര്യത്തിലേക്കൊന്ന് ഉറ്റുനോക്കിയാലോ എന്ന് കരുതിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. പറയുന്നത് കേട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട, നമ്മളെല്ലാവരും സുന്ദരികൾ തന്നെയല്ലേ. എങ്കിലും ആ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ കുറച്ച് വർക്ക് ചെയ്യണം അല്ലേ. പക്ഷേ ഈ വീട്ടമ്മമാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് വളരെ വലിയൊരു ടാസ്ക് തന്നെയാണല്ലേ. ടൈമില്ല ടൈമില്ല ടൈമില്ല, ഇത് മാത്രമാണല്ലേ നമ്മുടെ പരാതി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയതാ ഒരു കിടിലൻ ഈസി നാച്ചുറൽ ഗ്ലൂട്ടാതയോൺ. ഈ ഗ്ലൂട്ടാതയോൺ കേട്ടിട്ടുണ്ടാകുമല്ലോ, പക്ഷെ അതൊന്ന് പരീക്ഷിച്ച് നോക്കണോ വേണ്ടിയൊന്ന് വളരെയധികം കൺഫ്യൂഷനിൽ നിൽക്കുന്നവരായിരിക്കും അല്ലേ മെജോറിറ്റിയും. അല്ല, ഞാനും അതിൽപ്പെട്ട ഒരാൾ തന്നെയാണ്. വെളുത്ത് പാറൊന്നും വേണ്ടെങ്കിലും നമ്മുടെ സ്കിന്നൊന്ന് യങ് ആയി നല്ല ടെക്സ്ചറോടുകൂടി നല്ലൊരു ബ്രൈറ്റ് ആയിട്ടൊക്കെ ഇരിക്കാൻ ആരാഗ്രഹിക്കാത്തത്. ഈ ഗ്ലൂട്ടാതയോൺ ഒരു കിടിലം ഐറ്റം ആണെങ്കിലും അതിപ്പോൾ സേഫ് ആണോ അല്ലയോ എന്നാണല്ലേ എല്ലാവരുടെയും കൺഫ്യൂഷൻ. അപ്പം പിന്നെ നമുക്കത് വിട്ടുകളയാന്നേ, എന്തിനാ ഇപ്പം ഇത്ര റിസ്ക് എടുക്കുന്നേ. പകരം നമുക്കൊരു നാച്ചുറൽ ഗ്ലൂട്ടാതയോൺ ഉണ്ടാക്കിയാലോ. നാച്ചുറൽ ഗ്ലൂട്ടാതയോൺ എന്ന് പറയുമ്പോൾ ഇതെല്ലായിടത്തും ഉണ്ടെന്നേ, നമ്മുടെ ബോഡിയിലും നമ്മൾ കഴിക്കുന്ന ഫുഡിലും ഒക്കെ ഉണ്ട്. ഇത് ശരിക്കും ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മുടെ ബോഡിയിൽ ഈ ഗ്ലൂട്ടാതയോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറാണ്. നമ്മുടെ ബോഡി സെൽസ് റിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ. പിന്നെ ഒരു ഹെൽത്തി ഇമ്മ്യൂൺ സിസ്റ്റം ബിൽഡ് ചെയ്യാനും നമ്മുടെ ബോഡിയിൽ നിന്ന് ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാനും ഒക്കെ ഈ ഗ്ലൂട്ടാതയോൺ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഏജ് കൂടി വരുമ്പോൾ, അതുപോലെ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സ്, അതുപോലെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ഒക്കെ നമ്മുടെ ബോഡി ഈ ഗ്ലൂട്ടാതയോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറക്കും. അതുകൊണ്ടാണ് നമ്മൾ അഡീഷണലി ഗ്ലൂട്ടാതയോൺ സപ്ലൈ ചെയ്യേണ്ട വരുന്നത്. അപ്പോൾ ഇനി നേരെ നമ്മുടെ നാച്ചുറൽ ഗ്ലൂട്ടാതയോൺ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കാം. ഇത് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബീട്രൂട്ട്, അതുപോലെ തന്നെ വലിപ്പമുള്ള ഒരു ക്യാരറ്റ്, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഒരു 2 ക്യാരറ്റ് എടുക്കാം. പിന്നെ ഒരു ആപ്പിൾ, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഒരു കഷ്ണം എന്ന് പറയുമ്പോൾ ഒരു വിരൽ നീളത്തിലൊക്കെ എടുക്കാം. കുറച്ച് നെല്ലിക്ക, ഒരു 5ഓ 10ഓ എടുക്കാം. പിന്നെ ഒരു ചെറുനാരങ്ങ. ഇനി ഈ ഇൻഗ്രീഡിയൻസ് ഓരോന്നും നമ്മുടെ ബോഡിയെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ബീട്രൂട്ടിലേക്ക് വരാം. ബീട്രൂട്ട് നമ്മുടെ ബോഡിയെ നന്നായി ഹൈഡ്രേറ്റ് ചെയ്യാനും ആക്നി, പിമ്പിൾസ് ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാനും സ്കിൻ നന്നായി ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുപോലെ ഡാർക്ക് സ്പോട്ട്സ് റിമൂവ് ചെയ്യുക, ബോഡിയിൽ നിന്ന് ടോക്സിൻസ് റിമൂവ് ചെയ്യുക, സ്കിന്നിൻ്റെ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടുക, ഇതിനൊക്കെ ബീട്രൂട്ട് നന്നായി ഹെൽപ്പ് ചെയ്യും. അടുത്തതായി ക്യാരറ്റ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ക്യാരറ്റ് നമ്മുടെ സ്കിന്നിൻ്റെ ഓവറോൾ അപ്പിയറൻസ് തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ക്യാരറ്റിൽ വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് കൊളാജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി എൻഹാൻസ് ചെയ്യാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. വിറ്റമിൻ സിക്ക് പുറമെ ക്യാരറ്റിൽ ബീറ്റാ കരോട്ടിൻ എന്നൊരു ആൻറ്റി ഓക്സിഡൻറ്റ് കൂടെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനെ ഡാമേജസിൽ നിന്ന് വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്കിന്നിനെ നന്നായി ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും സ്കിൻ ടോൺ നന്നായി ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ സ്കിന്നിന് നല്ലൊരു നാച്ചുറൽ ഗ്ലോ പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ ഈ ക്യാരറ്റ് ഹെൽപ്പ് ചെയ്യും. അടുത്തത് ആപ്പിൾ. ആപ്പിളിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ എവേ എന്നാണല്ലോ. ഈ പറയുന്ന പോലെ തന്നെ ധാരാളമായി ആൻറ്റി ഓക്സിഡൻസും നാച്ചുറൽ ആസിഡ്സും അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ആപ്പിൾ. അതുകൊണ്ട് തന്നെ പ്രിമച്ചർ ഏജിങ് പ്രിവെൻറ്റ് ചെയ്യാനും നമ്മുടെ ബോഡിയെ നന്നായി ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും എക്സ്ഫോളിയേറ്റ് ചെയ്യാനും അതുപോലെ സ്കിന്നിനെ റിപ്പയർ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന വളരെയധികം വിറ്റാമിൻസ് അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ആപ്പിൾ. അടുത്തതായി നെല്ലിക്ക, ഇന്ത്യൻ ഗൂസ്ബെറി. പറയുമ്പോൾ തന്നെ ഗൂസ് ബംസ് വരുന്നുണ്ടല്ലേ, എങ്ങനെ വരാതിരിക്കും. വിറ്റമിൻ സിയുടെയും ആൻറ്റി ഓക്സിഡൻസിൻ്റെയും ഒരു കലവറ തന്നെയാണ് നമ്മുടെ ഈ നെല്ലിക്ക. അതുകൊണ്ട് തന്നെ കൊളാജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാനും അതുവഴി സ്കിന്നിനെ റിപ്പയർ ചെയ്യാനും സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിൽ വരുന്ന റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഇതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ച് സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന വളരെയധികം ഗുണങ്ങളുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ നെല്ലിക്ക. അടുത്തത് ഇഞ്ചിയാണല്ലേ. ഇഞ്ചിയിൽ ധാരാളമായി ആൻറ്റി ഓക്സിഡൻസും അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി കോമ്പൗണ്ട്സും അടങ്ങിയിട്ടുണ്ട്. സോ ഇത് നമ്മുടെ സ്കിന്നിനെ ഡാമേജസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ ഡാമേജ്ഡ് സ്കിൻ ഉണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യാനും അതുപോലെ എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ച് അതുപോലെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്ത് സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റ് ആയിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഇഞ്ചി. ഇത് നമ്മുടെ സ്കിന്നിനെ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യും. അങ്ങനെ കൊളാജൻ ബ്രേക്ക് ഡൗൺ കുറച്ച് സ്കിൻ ഡാമേജ് ആവുന്നത് റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഡൈജഷനാണെങ്കിലും ഹെയർ ഗ്രോത്തിനാണെങ്കിലും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അടുത്തത് നമ്മുടെ ലെമൺ. ലെമണിൻ്റെ ഗുണങ്ങൾ പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഹൈലി റിച്ച് ഇൻ വിറ്റാമിൻ സി ആൻഡ് സിട്രിക് ആസിഡ്. അതുകൊണ്ട് തന്നെ കൊളാജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യുക, ആക്നി കുറക്കുക,
ഡാർക്ക് സ്പോട്ട്സ് കുറക്കുക, സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കി ഈവൺ സ്കിൻ ടോണിലേക്ക് കൊണ്ടുവരിക, സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യുക, ഹൈഡ്രേറ്റ് ചെയ്യുക, അതുപോലെ ഓയിൽ കൺട്രോൾ ചെയ്യുക. അങ്ങനെ സ്കിന്നിൻ്റെ ഒരു ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ലെമൺ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിലെ ഓരോ ഇൻഗ്രീഡിയൻസും നിങ്ങളുടെ ബോഡിയെ എത്രത്തോളം നറിഷ് ചെയ്യുന്നുണ്ട് എന്ന് കാണിച്ചു തരാനാണ്. നിങ്ങൾ ഈ ഡ്രിങ്ക് കുടിക്കുമ്പോൾ ഇതിനോടൊരു വിശ്വാസം വേണ്ടേ? ഇപ്പോൾ വിശ്വാസമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇനി ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്ന് നോക്കാം. ചെറുനാരങ്ങ ഒഴികെ ബാക്കി എല്ലാ ഐറ്റംസും നന്നായി കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർക്കാം, പക്ഷേ വെള്ളം കൂടിപ്പോണ്ട, കുറച്ച് കട്ടിയായി തന്നെ അരച്ചെടുക്കാം. അതിനുശേഷം ഒരു ക്ലോത്ത് ഉപയോഗിച്ച് ഇതിൻ്റെ നീര് മൊത്തം നന്നായി പിഴിഞ്ഞ് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടെ ചേർത്താൽ നമ്മുടെ ഗ്ലൂട്ടാതയോൺ റെഡി. ഇനി ഇത് യൂസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനുള്ള എളുപ്പത്തിന് ഇവനെ നമുക്ക് ഒരു ഐസ് ട്രേയിലേക്ക് മാറ്റാം. ഐസ് ട്രേയിൽ ഒഴിച്ച് ക്യൂബ്സ് ആക്കി എടുക്കാം. രാവിലെ എണീറ്റ ഉടനെ തന്നെ ഇതിൽ നിന്നും ഒരു ക്യൂബ് എടുത്ത് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാം. ക്യൂബ് നന്നായി അലിഞ്ഞ ശേഷം ഒരു സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കുടിച്ചു നോക്കിയേ. ഇങ്ങനെ ഡെയിലി നിങ്ങളൊരു 1 മന്തെങ്കിലും കുടിച്ചു നോക്കിയേ. റിസൾട്ട് ഗ്യാരണ്ടിയാണ് കേട്ടോ. ഇത് 1 മന്തിൽ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ ഹാംഫുള്ളായ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. എല്ലാം നാച്ചുറലായി നമ്മൾ കഴിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ. സോ ഇത് നിങ്ങളുടെ ഡെയിലി റുട്ടീൻ്റെ ഒരു ഭാഗമാക്കുക. ഒരു 3 മന്ത്സൊക്കെ കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം വിസിബിളായൊരു റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ ഈ ഡ്രിങ്കിനെ വെറും ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ മതിയോ? ഒരു മിറാക്കിൾ ഡ്രിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? പിന്നെ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്നതുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഓരോരുത്തരുടെ ബോഡിയും ഡിഫറെൻ്റ് അല്ലേ. സോ നിങ്ങൾക്ക് പറ്റുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം എടുക്കുക. ഇത് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഡ്രിങ്ക് ഒന്നുമല്ല, പുരുഷന്മാർക്കും ധൈര്യമായിട്ട് തന്നെ കുടിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു വീട്ടിലെ അമ്മമാർക്കാണ് കേട്ടോ. കാരണം ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഒരു 1-2 ഇൻഗ്രീഡിയൻസ് മാത്രം എടുത്ത് ഡെയിലി ജ്യൂസാക്കി കുടിക്കാൻ പറഞ്ഞാൽ എത്ര വീട്ടമ്മമാർ ചെയ്യും? നടക്കില്ല അല്ലേ? ടൈമില്ല എന്നാണല്ലോ എല്ലാവരുടെയും പരാതി. സോ ഈ ഐഡിയ വളരെയധികം യൂസ്ഫുൾ ആവാൻ പോകുന്നത് നമ്മുടെ വീട്ടമ്മമാർക്ക് തന്നെയായിരിക്കും. പിന്നെ ഇത് കംപ്ലീറ്റ്ലി എൻ്റെ ഐഡിയ ആണെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഇതേപോലെ പല വീഡിയോസിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു അറിവിലേക്ക് ഞാൻ എനിക്ക് നല്ലതെന്ന് തോന്നിയ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്ത് ഉണ്ടാക്കി നോക്കി സക്സസ് ആയൊരു ഡ്രിങ്കാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. എല്ലാവരും ഇപ്പോൾ ഗ്ലൂട്ടാതയോണിൻ്റെ പുറകെയല്ലേ, അപ്പോൾ നമുക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നേ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അനുഭവം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഐഡിയ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വായോ. അപ്പൂപ്പൻ താടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.